നമസ്കാരം. മെല്ലെ മെല്ലെ നാട് കരകയറുന്നു എന്ന് അവകാശപ്പെടുമ്പോഴാണ് നാടിനോ നാട്ടുകാർക്കോ പുതുതായി ഒന്നും ലഭിക്കാത്തതാണ് ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റ് എന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനം. കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ധനഞെരുക്കത്തെക്കുറിച്ച് പറയുമ്പോഴും പുതിയ വരുമാന മാർഗങ്ങൾക്ക് വഴി കണ്ടെത്തുന്നില്ല എന്ന ആക്ഷേപമാണ് സാമ്പത്തിക വിദഗ്ധരിൽ ചിലർക്കുള്ളത്. ക്ഷേമ പെൻഷനിലെ വർധനയും ശമ്പള പരിഷ്കരണവും അടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചവർക്കാകട്ടെ നിരാശയാണ് ഫലം. കിഫ്ബി വരുമാന സ്രോതസ്സായി കണ്ടതിൽ ഇടത് നയത്തിലെ വെള്ളം ചേർക്കൽ എന്ന രാഷ്ട്രീയ പരിഹാസം നേരിടുന്നുമുണ്ട്. ചുരുക്കത്തിൽ പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ കേരളത്തിനും മലയാളികൾക്കും എന്ത് കിട്ടി? അതാണല്ലോ ചോദ്യം. എൻകൗണ്ടർ പ്രൈം ഈ വിഷയം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ബജറ്റുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിനോട് ചോദിച്ചിരുന്നു. അദ്ദേഹം ആ ചോദ്യങ്ങൾക്ക് ചില മറുപടികൾ നൽകിയിട്ടുണ്ട്. അത് എൻകൗണ്ടർ പ്രൈമിൽ നമ്മൾ പരിശോധിക്കും. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി ചേരുന്നത് CPIM-ന്റെ പ്രതിനിധിയായി ശ്രീ VPP മുസ്തഫ കാസർഗോട്ട് നിന്ന്, കോൺഗ്രസ് പ്രതിനിധിയായി ശ്രീ റോജി എം ജോൺ കൊച്ചിയിലുണ്ട്, BJP-യെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ തൃശൂരിൽ, ഒപ്പം തന്നെ ധനകാര്യ സാമ്പത്തിക വിദഗ്ധൻ ശ്രീ S ആദികേശവനും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. ആദികേശവൻ സർ, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നതേ ഉള്ളൂ. ശ്രീ റോജി എം ജോൺ, എന്താണ് നിങ്ങൾക്ക് ബജറ്റിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനം? ധനമന്ത്രി പറയുന്നത് നാട് സാമ്പത്തികമായി പതുക്കെ കരകയറി വരുന്നുണ്ട്. കാരണം പ്രതിപക്ഷം പ്രധാനമായിട്ട് ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ആക്ഷേപവും ആരോപണവും ഒക്കെ ക്ഷേമ പെൻഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനോ ഒന്നും തികയാത്ത തരത്തിൽ, പറ്റാത്ത തരത്തിലുള്ള വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല സാഹചര്യം. അതൊക്കെ മാനേജബിൾ ആണ്. മാത്രമല്ല, അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ചിലവ് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ സർക്കാരിനുണ്ട്. അതിനനുസൃതമായി പണം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സർക്കാർ ഈ ബജറ്റിലൂടെ പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല, 2020 മുതലുള്ള നികുതി ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടാക്സ് കളക്ഷന്റെ കാര്യത്തിൽ ഗണ്യമായ ഒരു പുരോഗതി ഈ സർക്കാരിന്, ഇടത് സർക്കാരിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു വലിയ വരുമാനത്തിലേക്ക് വലിയൊരു മുതൽക്കൂട്ടായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു അവകാശവാദവും ധനമന്ത്രി ഇന്ന് ബജറ്റിലൂടെ നടത്തിയിട്ടുണ്ട്. എന്താണ് ഈ ബജറ്റിൽ പ്രതിപക്ഷം കാണുന്ന പ്രധാനപ്പെട്ട പോരായ്മ, ശ്രീ റോജി? കേരളത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയുമായി വെച്ച് പരിശോധിക്കുമ്പോൾ യാതൊരു തരത്തിലുമുള്ള ദീർഘവീക്ഷണമോ അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളോ പദ്ധതികളോ ഇല്ലാത്ത ഒരു വളരെ വിരസമായിട്ടുള്ള ഒരു ഭരണഘടനാ ബാധ്യത ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിർവഹിച്ചു. അത് കടമ നിർവഹിക്കുന്നത് പോലെ അദ്ദേഹം ഒരു ബഡ്ജറ്റ് പ്രസംഗം നടത്തി എന്ന് വേണം നമ്മളിതിനെ കാണാനായിട്ട്. ഇതിനെ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ നമുക്കൊരു വിഴിഞ്ഞം കൊല്ലം ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബഡ്ജറ്റ് പ്രസംഗം എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കവർ പേജ് എന്ന് പറയുന്നത് വിഴിഞ്ഞത്ത് ഒരു ചരക്ക് കപ്പലിൻ്റെ ചിത്രമാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു അവിടെ ഉമ്മൻചാണ്ടിയുടെ ചിത്രം അടിക്കുന്നതായിരുന്നു കുറെ കൂടി നല്ലത്. കാരണം കടൽ കൊള്ള, അതുപോലെ തന്നെ 5000 കോടിയുടെ പദ്ധതിയിൽ 6000 കോടിയുടെ അഴിമതി എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനങ്ങളും സമരവും ഒക്കെ നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 9-10 വർഷം അധികാരത്തിൽ വരുന്ന അതിൻ്റെ 9ാമത്തെ വർഷം അവസാന വർഷം ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്വന്തമായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ ചിത്രം പോലും അവർക്ക് ബഡ്ജറ്റിൻ്റെ കവർ പേജിൽ അടിക്കാൻ ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ അവർക്ക് ഉണ്ടായിരുന്നത് അവർ ദീർഘകാലം സമരം ചെയ്ത് മുടക്കാൻ ശ്രമിച്ച വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു ചിത്രം മാത്രമാണ് ഈ ബഡ്ജറ്റിൻ്റെ കവർ പേജിൽ അടിക്കാനുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ഈ സർക്കാരിൻ്റെ പാപ്പരത്വം അല്ലെങ്കിൽ ഇവരുടെ പദ്ധതികളുടെ പരാജയം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കവർ പേജ് നോക്കി നമ്മൾ ഒരു ബജറ്റിനെ വിലയിരുത്തേണ്ടത് ആവശ്യമുണ്ടോ, ശ്രീ റോജി എം ജോൺ? കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്ന കാര്യത്തില്, അതായത് ഒറ്റ കാര്യം, ധനമന്ത്രി ഈ കാര്യങ്ങളൊക്കെ, അതായത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇതാണ്: ബജറ്റ് എന്ന് പറഞ്ഞാൽ കണക്കുകളാണ്, അത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല, അതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് കണക്കുകൾ ഒളിച്ചു വെക്കാനാകില്ല, വസ്തുതകളാണ് ഈ ബജറ്റിലൂടെ പറയുന്നത് എന്നാണ്. അപ്പോൾ പിന്നെ ഇതൊരു പൊള്ളയായ ബജറ്റാണ്, ഇതൊരു കൺകെട്ട് വിദ്യയാണെന്നൊക്കെ പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഞാനിനി അതിൻ്റെ അകത്തേക്ക് വരാം, കണക്കുകളിലേക്ക് വരാം. ഈ ബജറ്റിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഞെരുക്കുന്ന രൂക്ഷമായ ധനപ്രതിസന്ധിയുടെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ്
ധനമന്ത്രി പറയുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയൊന്നുമില്ല, അതെല്ലാം അതിജീവിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ചില കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. താങ്കൾ കണക്കുകളെ കുറിച്ചാണല്ലോ സൂചിപ്പിച്ചത്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് നമ്മൾ നിയമസഭ ഇതുപോലെ തന്നെ അവതരിപ്പിക്കപ്പെട്ടു, നിയമസഭയിൽ ചർച്ച ചെയ്തു, ഓരോ വകുപ്പ് തിരിച്ച് ഡിമാൻഡ് ഡിസ്കഷൻ ഉണ്ടായി. നിയമസഭ പാസ്സാക്കിയ ബഡ്ജറ്റിൽ ഓരോ വകുപ്പുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃഷി വകുപ്പിൽ വെട്ടിയത് 230 കോടി എന്ന് വെച്ചാൽ കൃഷി വകുപ്പിന് വേണ്ടി അനുവദിക്കപ്പെട്ട ബഡ്ജറ്റിൽ പാസ്സാക്കിയ പദ്ധതി വിഹിതത്തിൻ്റെ 44.5% ഈ സർക്കാർ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ വെട്ടിച്ചുരുക്കി. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കി. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അടക്കം, മദർ തെരേസ സ്കോളർഷിപ്പ് അടക്കം, APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് അടക്കം ന്യൂനപക്ഷങ്ങൾക്ക് നൽകി വന്നിരുന്ന സ്കോളർഷിപ്പുകളെല്ലാം പാതി വെട്ടിച്ചുരുക്കി. പട്ടികജാതി വിഭാഗങ്ങൾ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്ന, സമൂഹത്തിൽ ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്ന പട്ടികജാതി വിഭാഗങ്ങൾക്ക് അവർക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ പദ്ധതിയിൽ വകയിരുത്തിയ 1370 കോടി രൂപയിൽ, മൊത്തം 1370 കോടി രൂപയിൽ 500 കോടി രൂപ വെട്ടിച്ചുരുക്കി എന്ന വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അതിൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വിഭാഗങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള 300 കോടി രൂപയിൽ 120 കോടി രൂപ വെട്ടി. ലക്ഷം വീട് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ചു. എന്ന് പറഞ്ഞാൽ പട്ടികജാതി കർഷകരുടെയും ന്യൂനപക്ഷങ്ങളുടെയും പട്ടികജാതി വിഭാഗങ്ങളുടെ ഉൾപ്പെടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ വിഹിതം 50% കണ്ടു വെട്ടിക്കുറച്ച ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ധനകാര്യമന്ത്രി പറയുന്നത് ഞങ്ങൾ ഇവിടെ വലിയ പ്രവർത്തനങ്ങൾ നടത്തി, ഞങ്ങൾ വലിയ വികസനം നടത്തി എന്ന് പറയുന്നത്? ഇതാണോ ഇടതുപക്ഷ സർക്കാർ? ഈ പട്ടികജാതി വിഭാഗങ്ങളുടെയും കർഷകന്റെയും ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന ഒരു സർക്കാരാണോ കേരളത്തിലെ ഇടതുപക്ഷ ബദൽ എന്ന് പറയുന്നത്? കഴിഞ്ഞ ബഡ്ജറ്റിൽ KN ബാലഗോപാൽ പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്ലാൻ B ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പ്ലാൻ B എന്താണ് എന്ന് നമ്മളെല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്ലാൻ വെട്ടിക്കുച്ചുരുക്കുന്നതാണ് പ്ലാൻ B എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമ വാർത്തകളിലൂടെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഓരോ വകുപ്പിൻ്റെയും ഇതിൻ്റെ എക്സ്പെൻഡിച്ചർ എടുത്ത് പരിശോധിക്കാം. നമ്മൾ വിവിധ വകുപ്പുകളുടെ എക്സ്പെൻഡിച്ചർ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്താണെന്നറിയോ? പദ്ധതി ചെലവ് എന്ന് പറയുന്നത് കേവലം കഴിഞ്ഞ വർഷത്തെ പദ്ധതി ചെലവ് ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ പദ്ധതി ചെലവ് ശരാശരി 40% മുതൽ 45% വരെ മാത്രമാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പരിശോധിക്കുമ്പോൾ. കൃഷിയിൽ 42%, അതുപോലെ തന്നെ LSGD അതായത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 43%, എനർജിയിൽ കേവലം 10% താഴെ, ഇൻഡസ്ട്രിയിൽ 29%. എന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പദ്ധതി ചിലവ് എന്ന് പറയുന്നത്, അതായത് യഥാർത്ഥത്തിൽ ചിലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് ഈ പ്രഖ്യാപിക്കുന്നതിൽ നിന്നും 50% വെട്ടിച്ചുരുക്കുന്നു. ഇനി അല്ലാത്തത് തന്നെ 45% താഴെയാണ് ഇത് നിർവഹിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേവലം പ്രഹസനമായി മാറിയിട്ടുള്ള. ശരി റോജി, നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇപ്പോൾ റോജി പറഞ്ഞ ഈ പ്രശ്നം, അതായത് പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കുന്നത് അടക്കമുള്ള സർക്കാരിന്റെ ഇടപെടലുകൾ സംബന്ധിച്ച കാര്യങ്ങൾ, റോജി, ഞാൻ ശ്രീ KN ബാലഗോപാലുമായി സംസാരിച്ചപ്പോൾ താങ്കൾ ഈ പറഞ്ഞ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു എക്സ്പെക്ടേഷൻ ആണല്ലോ, നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകും, കാരണം 1160 കോടി രൂപ ലൈഫ് മിഷനിലേക്ക് മാറ്റുന്നു, 774 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്നു. അങ്ങനെ ഈ നീക്കിയിരിപ്പുകളൊക്കെ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ സർക്കാർ നടത്തുന്ന ഇടപെടലുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും ആദികേശവൻ സാർ നമ്മളോടൊപ്പം ഉണ്ട്, മറ്റ് 2 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റോജി, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. റോജി, നമ്മൾ വി ഷാൽ ഡിസ്കസ് ദാറ്റ് ഇൻ ഡീറ്റെയിൽ ലേറ്റർ. ഒരു സെക്കൻഡ്, ഞാൻ വരാം. ആദികേശവൻ സർ, ഈ ബജറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇത് ഈ പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുൻപ് വന്നിട്ടുള്ള ചില വിവരങ്ങൾ അനുസരിച്ച് ക്ഷേമ പെൻഷൻ, അതായത് ഇടതുമുന്നണി നൽകിയിരുന്ന വാഗ്ദാനം എന്ന് പറഞ്ഞത് 2500 ഉയർത്തുമെന്നായിരുന്നു. എന്തായാലും 100 രൂപയുടെങ്കിലും ഒരു വർധന ഉണ്ടാകുമെന്ന് കരുതി, ശമ്പള പരിഷ്കരണം ഉണ്ടാകുമെന്ന് കരുതി. അങ്ങനെ ഒരു ജനപ്രിയ പ്രഖ്യാപനവും ഈ ബജറ്റിൽ കണ്ടില്ല. അതിലുള്ള നിരാശ സാധാരണക്കാരായ ആളുകൾക്കുണ്ടായേക്കാം. പക്ഷെ അതിനപ്പുറം നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരു വാചകം ധനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു. അതായത് നമ്മുടെ നാടിലെ സാമ്പത്തിക സ്ഥിതി പതുക്കെ മെച്ചപ്പെടുന്നുണ്ട് എന്ന്. അങ്ങനെ മെച്ചപ്പെടുന്നതിൻ്റെ സൂചന റിഫ്ലക്റ്റ് ചെയ്യുന്ന, അത് പ്രതിഫലിക്കുന്ന ഒരു ബജറ്റായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? പദ്ധതി വിഹിതം കൂട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ 50%-ലധികം പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കിയ ഒരു സർക്കാരിന് ഇതൊരു ക്ലെയിമായി മുന്നോട്ട് വയ്ക്കാൻ കഴിയുമോ? നമ്മുടെ നിലവിലുള്ള ധനസ്ഥിതിയെ മറികടക്കാൻ പാകത്തിലുള്ള പുതിയ ധനാഗമന മാർഗങ്ങൾ, പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിൽ ഈ ബജറ്റ് വിജയിച്ചിട്ടുണ്ടോ? ആദികേശവൻ സാർ.
അതെ, ഈ ബഡ്ജറ്റ് പ്രസംഗം തുടങ്ങിയപ്പോൾ എല്ലാവരെയും പോലെ നമുക്കും വലിയ ആശ്വാസമുണ്ടായിരുന്നു. കാരണം ധനമന്ത്രി പറഞ്ഞു തുടങ്ങിയത് ക്രൈസിസ് നമ്മുടെ പുറകിലായി, അല്ലെങ്കിൽ ഇത് വേഴ്സ്റ്റ് ഇതുവരെയുള്ളതിൽ ഏറ്റവും വിഷമകരമായ അവസ്ഥ നമ്മൾ തരണം ചെയ്തു. ഇനി സർക്കാരിന് അത്രത്തോളം ഞെരുക്കമില്ല എന്നുള്ള വാക്കുകളൊക്കെയാണ് ആദ്യത്തെ 3-4 പാരഗ്രാഫിൽ നാം കണ്ടത്. പിന്നെ ബഡ്ജറ്റിൻ്റെ അവതരണത്തിലും സാധാരണ ഈ സർക്കാരിൻ്റെ നയവുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന കുറേ പദ്ധതികൾ അദ്ദേഹം അനൗൺസ് ചെയ്യുകയുണ്ടായി. അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. 1-2 ഉദാഹരണത്തിനായി ഞാൻ പറയാം. ഇപ്പോൾ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുമായിട്ട് ഒത്തുചേർന്ന് നമുക്ക് കാര്യമായ മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ്. അതായത് ബാക്ക് ഓഫീസ്. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് നിസ്സാൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ബാക്ക് ഓഫീസും മറ്റുള്ള റിസർച്ച് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ തിരുവനന്തപുരത്തൊരു ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ എന്ന് വിളിക്കാവുന്ന ഒരു ഓഫീസുണ്ട്. അതേപോലെ ENY ഏൺസ്റ്റ് ആൻഡ് യങ് ഉണ്ട്. പക്ഷേ കർണാടകത്തിലും തമിഴ്നാട്ടിലും നമ്മളെക്കാളെല്ലാം എത്രയോ മടങ്ങ് കൂടുതൽ ഈ GCC. അപ്പോൾ GCC എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ ആകർഷിക്കാനായിട്ട് സർക്കാർ ശ്രമിക്കും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് നമ്മുടെ ഇപ്പം വികസനത്തിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തുറമുഖം, തെക്കൻ കേരളത്തിലെ തുറമുഖം സാധ്യതയുണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. പുനലൂർ, കൊല്ലം, വിഴിഞ്ഞം ത്രികോണ വികസന മേഖല നേരത്തെ പറഞ്ഞതാണെങ്കിലും അതിലൊക്കെ ഊന്നൽ കൊടുത്തു. മുനിസിപ്പൽ ബോണ്ട് വഴി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 6 കോർപ്പറേഷനും ഏകദേശം 90-95 മുനിസിപ്പാലിറ്റികളുമുണ്ട്. അവയ്ക്ക് വിഭവം സമാഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം ഗോപീഷൻ എനിക്ക് തോന്നിയത് നമ്മുടെ എക്കണോമിക് സർവേ, അത് സാധാരണ ഒരു ദിവസം മുമ്പേ വരണം, ഇന്നാണ് വന്നത്. പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്ന ഫിഗേഴ്സ് ഞാൻ വായിച്ചപ്പോൾ ശരിക്കും ഈ ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നേടാൻ ആവുമോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവരെയും ആശങ്കയുണ്ടാവും. എന്തെന്ന് വെച്ചാൽ 22-23 കാലഘട്ടത്തിലും 23-24 കാലഘട്ടത്തിലും 24 വരെയുള്ള ഫിഗേഴ്സ് എക്കണോമിക് സർവേയിൽ പറയുന്നുള്ളൂ. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വളർച്ച, സംസ്ഥാനത്തിൻ്റെ SDP ഗ്രോത്ത് ദേശീയ ആവറേജിനേക്കാളും കുറഞ്ഞ തോതിലായിരുന്നു. 22-23 ദേശീയ ഗ്രോത്ത്, നാഷണൽ GDP ഗ്രോത്ത് 7.2 ആയിരുന്നെങ്കിൽ നമ്മുടെ ഗ്രോത്ത് സർവേ പറയുന്നതാണ് 4.2. 23-24 നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 8.2 ആയിരുന്നു ദേശീയ GDP ഗ്രോത്ത്. സംസ്ഥാനത്തിൻ്റെ GDP 6.5 ഉള്ളൂ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം അല്ലെങ്കിൽ സമ്പദ്ഘടന ദേശീയ ആവറേജിനൊപ്പം പോലും വളരുന്നില്ല. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഈ ചെലവിൻ്റെ കാര്യത്തിലുള്ള ഇത് ബഡ്ജറ്റിനെ ഒരു രാഷ്ട്രീയ വിമർശനമല്ല. ഇത് ഫിഗേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഗോപീഷ് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ ഓഡിറ്റഡ് അക്കൗണ്ട്സ് എടുത്താൽ, അതായത് 21-22, 22-23, 23-24 അതുവരെയുള്ള ഓഡിറ്റഡ്, അതായത് സർക്കാർ ചിലവാക്കി അതിൻ്റെ ഓഡിറ്റിംഗ് കഴിഞ്ഞു, ആ ഫിഗേഴ്സ് ഫൈനലാണ്. ഇപ്പം 23-24 കാര്യം നമ്മളെടുത്താൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ച തുക, ചിലവാക്കാനായിട്ട് പ്രതീക്ഷിച്ച തുക ഒരു മിനിറ്റേ ഉള്ളൂ. ഗോപീഷ് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ, ഞാൻ പറഞ്ഞില്ല, ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അല്ല സാർ, അതായത് 1,59,000 കോടിയായിരുന്നു ആ വാർഷിക ചെലവ് കഴിഞ്ഞ വർഷത്തേതെങ്കിൽ ഇത്തവണത്തേത് എസ്റ്റിമേറ്റായി പറയുന്നത് 1,78,800 കോടിയാണ് മാർച്ച് വരെ. ചെറിയ ചില വ്യത്യാസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം എന്നാണ് ധനമന്ത്രി പറയുന്നത്. മാത്രമല്ല 1,80,000 വരെ അതിന്റെ തൊട്ടടുത്ത വർഷത്തേക്ക് നമ്മൾ കണക്ക് കൂട്ടുന്നുമുണ്ട് എന്ന് ധനമന്ത്രി നേരത്തെ കൂട്ടി പറയുകയും ചെയ്യുന്നു. ഒരു ആത്മവിശ്വാസം ഇല്ലാതെ അദ്ദേഹത്തിന് ഈ ഒരു കണക്ക് അവതരിപ്പിക്കാൻ കഴിയില്ലല്ലോ സാർ. അല്ല ഗോപീഷൻ, അവിടെ ആത്മവിശ്വാസം ഞാൻ മുഖവിലേക്ക് തന്നെ എടുക്കുന്നു. കാരണം ബഹുമാനപ്പെട്ട ധനമന്ത്രിയും ഉദ്യോഗസ്ഥരും പഠിപ്പൊന്നും കൂടാതെയല്ലോ ഈ ഫിഗേഴ്സ് എഴുതി കൂട്ടുന്നത്. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ഫിഗേഴ്സ് മാത്രം എടുത്താൽ 23-24 ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞാൻ സർക്കാർ പ്രതീക്ഷിച്ചെന്ന് പോലും പറയുന്നില്ല, കാരണം നമ്മളെല്ലാം അതിൻ്റെ ഭാഗമാണല്ലോ. നാം പ്രതീക്ഷിച്ച ചെലവ് 1,76,000 കോടി ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസം ഉള്ള കണക്ക്. ആക്ച്വലായിട്ട് 23-24 വർഷാവസാനം ചെലവഴിക്കപ്പെട്ടത് ഓഡിറ്റഡ് ഫിഗർ 1,59,000. അതായത് പ്രതീക്ഷിച്ചതിലും 17,000 കോടി കുറവ് മാത്രമേ നമുക്ക്
ചിലവ് വഹിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഒരു വർഷത്തെ ആണെങ്കിൽ നമുക്കങ്ങ് വിടാം, അതിലൊരു ട്രെൻഡില്ല. 22-23 ഇതേപോലെ ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ച ചിലവ് അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ തുക 1,73,000, ആക്ച്വൽ ചിലവ് നടത്താൻ സാധിച്ചത് 1,58,000. പിന്നെയും വിചിത്രം, അതിൻ്റെ മുമ്പിലത്തെ വർഷം ശരിക്കും നമുക്ക് സർക്കാരിന് ചിലവാക്കാൻ സാധിച്ചത് 1,63,000. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറഞ്ഞ തോതിലുള്ള ചിലവാണ് നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നത്. അതും അതേപോലെ ഞാൻ പറഞ്ഞ ഈ ആഭ്യന്തര ഉൽപ്പാദനം അല്ലെങ്കിൽ സമ്പദ്ഘടനയുടെ വളർച്ചയുടെ തോത് കുറഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ ഈ നികുതി വിഭവ സമാഹരണ നടപടികൾ ഈ ബഡ്ജറ്റിൽ സാധാരണ പറയുന്നത് നികുതിക്കുള്ള ഭാരം ഭയങ്കരമായിട്ട് കൂടും. എനിക്ക് ആ അഭിപ്രായമൊന്നുമില്ല. കാരണം ഈ ലാൻഡ് ടാക്സിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ഒരു ആറിന് ചില മേഖലയിലൊക്കെ 10 രൂപ 15 രൂപയാക്കി, 50% എന്നൊക്കെ കേൾക്കാമെങ്കിലും എനിക്ക് തോന്നുന്നത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം ആ ഓഫീസിൽ വില്ലേജ് ഓഫീസിൽ ചെന്നെത്തി 15 അല്ലെങ്കിൽ 30 രൂപയോ 50 രൂപയോ അടയ്ക്കാനായിട്ട് ഓട്ടോ ചിലവ് പോലും അതിനേക്കാളും കൂടുതലായിട്ട് ചിലവാക്കേണ്ടി വരും. അപ്പോൾ അതൊരു വലിയ ഭീമമായ അല്ലെങ്കിൽ താങ്ങാൻ പറ്റാത്ത ഒരു ഇതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ നമുക്ക് വ്യക്തമായിട്ട് 2 വിഭവ സമാഹരണ മേഖലകളെ നമ്മുടെ മുമ്പിലുള്ളൂ, 150 കോടിയും 100 കോടിയും. അപ്പോൾ എൻ്റെ ആശങ്ക ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ഫിഗേഴ്സ് നമുക്ക് സൂചന നൽകുന്നത് ആക്ച്വൽ ചിലവ് വരുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിൽ നിന്നും വളരെ അധികം കുറവും. സാമ്പത്തിക മേഖലയാണെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കണം, പക്ഷേ എന്തായാലും ദേശീയ ആവറേജിനേക്കാളും കുറഞ്ഞു നിൽക്കുന്നു. ഇപ്രാവശ്യം പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാക്കാവുന്ന വിഭവ സമാഹരണം, അധിക വിഭവ സമാഹരണം ഈ 250 കോടിയേ ഉള്ളുവെങ്കിൽ നാം ഉദ്ദേശിച്ച 1,98,000 ഏകദേശം 2 ലക്ഷം കോടി ചിലവാക്കാനുള്ള കെൽപ്പ് പാങ്ക് നമുക്ക് എങ്ങനെ കൈവരും? അതേപോലെ അത് ചിലവാക്കാൻ പറ്റില്ല. അതാണ് താങ്കൾ ഉന്നയിക്കുന്ന താങ്കളുടെ 2 ആശങ്കകൾ അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരി, VPP മുസ്തഫ, വിമർശനങ്ങൾ ഓരോന്നോരോന്നായി പറയാം. കാരണം ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രി കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വിശദീകരിച്ചെങ്കിലും പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ വിമർശനങ്ങളും അതുപോലെ ആദികേശവൻ സാറിനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധർ അവർ ആശങ്കകളായി മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുമുണ്ട്. ഒന്നൊന്നായി എടുക്കാം. ആദ്യത്തെ കാര്യം, ഇതൊരു സ്വാഭാവികമായും ചില ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നാട്ടുകാർ പ്രതീക്ഷിക്കും. ഇടതുപക്ഷ സർക്കാർ നൽകിയ വാഗ്ദാനമാണ് പടിപടിയായി ഈ ക്ഷേമ പെൻഷൻ 2,500 വരെ ഉയർത്തും എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ 2023, 24, 25 ആകുമ്പോഴേക്കും ഒരു 2,000 രൂപയെങ്കിലും കൊടുക്കാൻ പാകത്തിലുള്ളതാകണമായിരുന്നു. പക്ഷേ 100 രൂപ പോലും ക്ഷേമ പെൻഷനിൽ ഒരു വർധനവ് നമ്മൾ കണ്ടിട്ടില്ല. ചില ഗഡുക്കൾ മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. രണ്ടാമത്തെ കാര്യം, കിഫ്ബി ഒരിക്കലും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാകില്ല എന്ന് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ അനുബന്ധ 6 പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നൽകിയ ഉറപ്പുമായിരുന്നു. പക്ഷേ ഈ കിഫ്ബിയിലൂടെ സമാഹരിക്കുന്ന പണം കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം ഉൾപ്പെടുത്തുന്നത് കൊണ്ട് കിഫ്ബിയുടെ റോഡുകൾക്ക് ചുങ്കം ചുമത്താനുള്ള തീരുമാനമുണ്ടായിരിക്കും. അതായത് സർക്കാർ നൽകിയ വാഗ്ദാനത്തിനും ഇടതുപക്ഷത്തിൻ്റെ നയത്തിനും വിരുദ്ധമായി ഒരു ബജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നത് സാമ്പത്തിക സ്ഥിതി കുഴപ്പമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആശാവഹമായ പ്രതീക്ഷാ നിർഭരമായ എന്ത് പ്രഖ്യാപനമാണ് ഈ ബജറ്റിലുള്ളത് എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. ശരി, VPP മുസ്തഫ. വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് KN ബാലഗോപാൽ കേരള സർക്കാരിൻ്റെ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് പോലെ ഇതൊരു സാമ്പത്തിക രേഖയാണ്, രാഷ്ട്രീയ പ്രസംഗമല്ല, അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു രാഷ്ട്രീയ വിശദീകരണവുമല്ല. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ വികസന സംബന്ധിയായ രാഷ്ട്രീയ ബദൽ ഈ ബജറ്റിലെ എല്ലാ സമീപനങ്ങളിലും ഉണ്ടാകും. അത്തരത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തെ സംബന്ധിച്ച സാമ്പത്തിക കാഴ്ചപ്പാടാണ് ബജറ്റിലൂടെ ഇന്ന് ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ബാലഗോപാൽ മാത്രം ചെയ്യുന്നതല്ല, എല്ലാ കാലത്തും ഇടതുപക്ഷം, നേരത്തെ തോമസ് ഐസക് ആയിരുന്നപ്പോൾ, ഇതിനു മുമ്പുള്ള 3 വർഷം ബാലഗോപാൽ തന്നെയായിരുന്നപ്പോൾ എല്ലാം ഈ തരത്തിലാണ് സംസ്ഥാനത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചും സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചുമുള്ള സാമ്പത്തിക രേഖ എന്നുള്ള നിലയിൽ ബജറ്റിനെ സമീപിച്ചിട്ടുള്ളത്. അതിലെല്ലാം പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുമുള്ളത്. ഇവിടെ എന്തുകൊണ്ടാണ് മന്ത്രിക്ക് ഈ നമ്മുടെ സാമ്പത്തിക രംഗം നേരിട്ട പ്രതിസന്ധി കഴിഞ്ഞ 2-3 വർഷമായി ഈ ധനകാര്യമന്ത്രി തന്നെ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള സാമ്പത്തിക കുഴപ്പത്തിൽ നിന്ന് നമ്മൾ ഇതാ പതുക്കെ കരകയറുകയാണ് എന്ന് അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്നത്?
കഴിഞ്ഞ ഈ നടപ്പ് സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് 2024 ഏപ്രിലാണ് ഗോപീഷൻ. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭം കൂടിയായിരുന്നു. ഇടതുപക്ഷം നേരിട്ട വലിയ രാഷ്ട്രീയ വിമർശനങ്ങളിലൊന്ന്, ജനങ്ങളിൽ നിന്നുള്ള വലിയ വിമർശനങ്ങളിലൊന്ന്, സാമൂഹ്യക്ഷേമ പെൻഷൻ 5 മാസം മുടങ്ങിക്കിടക്കുന്നു. അത് അന്നത്തെ അനുഭവമാണ്. എന്നാൽ ഇപ്പോൾ ആ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലേക്ക്, ഈ ഫെബ്രുവരി മാസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ കഴിഞ്ഞ 10 മാസമായി കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടില്ല. 24 ഏപ്രിലിന് മുമ്പുള്ള 5 മാസം മുടങ്ങിയതിൽ 2 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തു. ഇപ്പൊ പഴയ കുടിശ്ശികയിൽ 3 മാസത്തെ കുടിശ്ശിക മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്നാൽ ഏപ്രിലിന് ശേഷം ഈ സാമ്പത്തിക വർഷമുള്ള മറ്റു മാസങ്ങളിലെല്ലാം അതത് മാസം തന്നെ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ജനുവരി വരെയുള്ളത് കൊടുത്തു, ഫെബ്രുവരിയിലത് എല്ലാ മാസവും കൊടുക്കുന്ന പോലെ ഈ മാസം 20-ാം തീയതിക്ക് ശേഷം കൊടുത്തു തുടങ്ങും. അപ്പോൾ ഈ സാമ്പത്തിക വർഷ ആരംഭത്തിൽ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ച തൊട്ടു പിറകെയുള്ള സന്ദർഭങ്ങളിൽ മുടങ്ങിക്കിടന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശികയില്ലാതെ ഇപ്പോൾ പ്രതിമാസം കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞത് അവിടെ നിന്നുള്ള മാറ്റമല്ലേ? ശരി, ശ്രീ വി പി ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ഒന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ താങ്കൾ ഈ ബജറ്റിനെ വിശേഷിപ്പിക്കുമ്പോൾ താങ്കൾ ഉപയോഗിച്ച ഒരു പദം തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് എന്നാണ്. അതിനെ പ്രതിപക്ഷം ഖണ്ഡിക്കുന്ന 1-2 കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഒന്ന്, 1160 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അഭിമാനപൂർവ്വം മുന്നോട്ട് വെച്ച ഭവന നിർമ്മാണ പദ്ധതിയായ ലൈഫിന് നീക്കിവെച്ചിരിക്കുന്നത്. ധനമന്ത്രി തന്നെ പറഞ്ഞത് ചരിത്രത്തിലാദ്യമായി ഇത്ര വലിയൊരു തുക അതിനുവേണ്ടി നീക്കിവെക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ നേരത്തെ ഇപ്പോൾ റോജിയൊക്കെ പറഞ്ഞതുപോലെ അതിൻ്റെ റിയൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് എന്നുള്ളതാണ്. 500 കോടി രൂപ കഴിഞ്ഞ തവണ ലൈഫ് മിഷൻ പദ്ധതിക്ക് നീക്കിവെച്ചപ്പോൾ 24.5% ആ പദ്ധതിക്ക് വേണ്ടി ചിലവഴിച്ച തുക, ആ പദ്ധതിക്ക് വേണ്ടി ചിലവഴിക്കപ്പെട്ട തുക. അപ്പോൾ എന്ത് യാഥാർത്ഥ്യ ബോധമാണ് അതിലുള്ളതെന്നും ചോദ്യം. തദ്ദേശ ഇപ്പോൾ സപ്ലൈകോയ്ക്ക് 700 കോടി കൊടുക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം പറയുന്നു സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകാനുള്ള കടം വീട്ടാൻ വേണ്ടി നൽകേണ്ട തുക 700 കോടിയുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ പ്രവർത്തന മൂലധനം എന്താണ്? എങ്ങനെയാണ് സപ്ലൈകോ മുന്നോട്ട് പോകാൻ പോകുന്നത്? വിതരണക്കാരുടെ സമരമൊക്കെ താങ്കളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകുമല്ലോ. അത് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ കാര്യം റബ്ബറിൻ്റെ തറവില നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ടാണ്. 170 രൂപയായിരുന്നത് 180 രൂപയാകുന്നു. അപ്പോൾ മാർക്കറ്റ് റേറ്റ് എത്രയാണ്? 208ഉം 210 രൂപയാണ്. അപ്പോൾ വിപണിയിൽ എന്താണ് നടക്കുന്നത് എന്നത് പോലും മനസ്സിലാക്കാതെ തറവില നിശ്ചയിക്കുന്ന സർക്കാരിൻ്റെ ബജറ്റ്, ഇത് ഏത് യാഥാർത്ഥ്യ ബോധത്തിൻ്റെ പുറത്താണ് ഈ ബജറ്റ് എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുകയാണ്. ശ്രീ വി പി വളരെ കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതായിരുന്നു സാമ്പത്തിക വർഷം ആരംഭത്തിലെ വലിയ പ്രതിസന്ധി. അത് മറികടന്നിരിക്കുന്നു. ഇപ്പോൾ സപ്ലൈകോയെ കുറിച്ച് പറഞ്ഞു. എന്താ ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുള്ള സന്ദർഭം ഗോപീഷൻ ഓർമ്മിക്കുമല്ലോ. റോജി ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ച വിമർശനം എന്താ? മാവേലി സ്റ്റോറുകളിൽ സാധനമില്ല, അതായിരുന്നില്ലേ സാഹചര്യം? ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ മാവേലി സ്റ്റോറുകളിലെ സ്ഥിതി എന്താ? അപ്പോൾ ഈ സാമ്പത്തിക വർഷ ആരംഭത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ച ആ വിമർശനത്തെ അതിജീവിച്ച് താങ്കളിപ്പോൾ ഇവിടെ പരാമർശിച്ച സപ്ലൈകോ, മാവേലി സ്റ്റോറുകൾ സാധനങ്ങൾ നിറച്ച് ആളുകൾക്ക് ആശ്രയിക്കാവുന്ന നിലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് അവരുടെ ശമ്പള പരിഷ്കരണം കുടിശ്ശികയുണ്ടായിരുന്നു, DA കുടിശ്ശികയുണ്ടായിരുന്നു, സർവീസ് പെൻഷൻകാരുടെ കുടിശ്ശികയുണ്ടായിരുന്നു. അതിൽ ശമ്പള പരിഷ്കരണ കുടിശ്ശികയെക്കുറിച്ച് ഒരുറപ്പും നേരത്തെ ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അതിലെ 2 ഗഡു കൊടുത്തിരിക്കുന്നു. DA കുടിശ്ശിക 2 ഗഡു കൊടുത്തിരിക്കുന്നു. സർവീസ് പെൻഷൻകാരുടെ കുടിശ്ശിക മുഴുവനും ഇന്ന് 600 കോടി അതിനും നീക്കിവെച്ചതോടുകൂടി തീർന്നിരിക്കുകയാണ്. ഇതൊക്കെ സാമ്പത്തിക വർഷാരംഭത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഈ നിലയിലേക്ക് എത്താൻ വേണ്ടി കഴിയുകയാണ്. ഇനി താങ്കൾ സൂചിപ്പിച്ച ലൈഫ് മിഷന്റെ ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്താ? LDF ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങളിൽ ഒന്നാണ് ആളുകൾക്ക് കയറിക്കിടക്കാൻ ഒരു വീട് ഉറപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടും കൂടി കൊടുക്കുന്ന പദ്ധതി കൂടി അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ഇതിനകം തന്നെ 5.25 ലക്ഷം വീടുകൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു കേരളത്തിൽ. പക്ഷെ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്താ? നിർമ്മാണ സാമഗ്രികളുടെ വിലയിൽ വൻ കുതിപ്പുണ്ടായിരിക്കുകയാണ്. കമ്പിയുടെ വിലയിൽ വർധനവ്, സിമെന്റിന്റെ വിലയിൽ വർധനവ്. അതുകൊണ്ട് ഈ 4 ലക്ഷം രൂപ കൊണ്ട് മാത്രം, ഗോപികൃഷ്ണൻ അറിയാമല്ലോ, നമ്മൾ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അത് പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ 6 ലക്ഷം വരെയും. അങ്ങനെ കൊടുക്കുന്നിടത്ത് ഈ പണം കൊണ്ട് മാത്രം കേരളത്തിൽ ഒരു വീട് പൂർത്തിയാകില്ല.
നമ്മൾ ഉത്തരേന്ത്യൻ നാടുകളിലെ സാഹചര്യത്തിലല്ലല്ലോ ഉള്ളത്. അവിടെ 72,000 കേന്ദ്രം കൊടുക്കുന്നത് ആകെ ഒരു ഗ്രാമീണ മേഖലയിൽ ഒരു വീട് കെട്ടാൻ ആവില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധനവ് കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് വീടുകൾ ഈ പണം സത്യത്തിൽ ഞാൻ ഉന്നയിച്ച ആക്ഷേപം, ആരോപണം അല്ലെങ്കിൽ ഞാൻ ഉന്നയിച്ച വിമർശനം അതൊന്നും ആയിരുന്നില്ല VPP. ഞാൻ പറഞ്ഞത് പദ്ധതികൾക്ക് വേണ്ടി വിഹിതം കൂട്ടി നിശ്ചയിക്കുന്നു എന്ന് പറയുമ്പോഴും ആ പദ്ധതി വിഹിതം പ്രയോഗത്തിൽ വരുന്നില്ല. അതായത് എല്ലാം കോസ്റ്റ് കട്ടാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഈ 50% ഈ പദ്ധതി നടത്തിപ്പിനുള്ള വിഹിതം കട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ ഒരു വലിയ മേന്മയായി ബജറ്റിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്നാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത് എത്രത്തോളം റിയലിസ്റ്റിക് ആണ് ഈ ബജറ്റിലെ സംഖ്യകൾ, അക്കങ്ങൾ എന്ന് ഞാൻ ചോദിച്ചത്. അല്ല, വളരെ റിയലിസ്റ്റിക് ആണല്ലോ. ഇപ്പൊ നേരത്തെ ശ്രീ റോജി ജോൺ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, അവർ ഇന്നലെ വരെയുള്ള പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ കണക്കുകൾ എടുത്തു. അദ്ദേഹം തന്നെ പറഞ്ഞെന്താ, എല്ലാ വകുപ്പുകളിലും 40-45% വരെ ചെലവഴിച്ചു എന്നാണ്. 40-45% വരെ എല്ലാ വകുപ്പുകളിലും ചെലവ് വന്നു. എപ്പോ? ഫെബ്രുവരി മാസം 5-ാം തീയതിയിലേക്ക്. ഇനി ഏതാണ്ട് 10-40-60 ദിവസം ബാക്കി കിടക്കുകയാണ്. എല്ലാ വർഷത്തെയും നിങ്ങൾ എടുത്തു നോക്കിക്കോ. മാർച്ച് മാസത്തിലാണ് കൂട്ടത്തോടെ ബില്ലുകൾ വരുന്നതും ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കലും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ ഗോപീഷൻ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഈ മാർച്ച് മാസത്തെ ചെലവുകൾ അത് വൻതോതിൽ കൂടി വരുമ്പോൾ അത് നിർവഹിക്കാൻ ഗവൺമെന്റിന് സാധിക്കുമോ, ട്രഷറി പൂട്ടുമോ, നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ കഴിഞ്ഞ 2-3 വർഷം ഓരോ മാർച്ച് മാസവും എത്തുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി വെച്ച് വാർത്തകൾ ഉൾപ്പെടെ ചർച്ചകൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മാർച്ച് മാസം ആകുമ്പോഴേക്കും ഇപ്പൊ ഉള്ളതിന്റെ വലിയ നിലയിൽ വരും. പക്ഷെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം ശരി. VPP ഞാനൊന്ന് വരാം. VPP നമുക്ക് അത് വിശദമായി ഒന്നുകൂടെ ചർച്ച ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് വരാം VPP. ഞാനൊന്ന് ശ്രീ ബി ഗോപാലകൃഷ്ണനിലേക്ക് പോയിട്ട് ഞാൻ വരാം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഈ ബജറ്റിൽ ധനമന്ത്രി ബജറ്റ് അവതരണത്തിൽ ശരി VPP പറയൂ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ചെലവഴിക്കാൻ കഴിയുന്നതിന്റെ ഒരു ഔട്ട്ലേ കൂടി വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിൽ ആവിഷ്കരിച്ച പ്ലാൻ ഔട്ട്ലേയിൽ ചില കുറവുകൾ വരുത്തുന്നത്. അതാണല്ലോ യാഥാർത്ഥ്യബോധം, അതല്ലേ റിയലിസ്റ്റിക്. അല്ലാതെ ഞങ്ങൾ 2024 ഫെബ്രുവരിയിൽ ബജറ്റ് അവതരണത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതാ ഇപ്പോ 2025 ഫെബ്രുവരി ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്നു, അതേ എമൗണ്ടുകൾ വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യം നിൽക്കുകയാണ്. അങ്ങനെ വളരെ കൃത്യമായി റിയലിസ്റ്റിക് ആയിട്ട് കണക്കുകൾ കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ് KN ബാലഗോപാൽ എന്ന് പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മികവ്. ആ നിലയിലാണ് അദ്ദേഹം ബജറ്റിനെയും എസ്റ്റിമേറ്റുകളെയും. ശരി VPP, ഇനി ഞാൻ വരാം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഈ ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി എടുത്തു പറഞ്ഞൊരു കാര്യമാണ് സംസ്ഥാനത്തിൻ്റെ ധനഞെരുക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ, പ്രതികൾ കേന്ദ്ര സർക്കാരാണെന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണങ്ങളിൽ ഒന്ന് കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതത്തിലുണ്ടായ കുറവാണെന്ന് ധനകാര്യ വിദഗ്ധരും അതിനോട് യോജിക്കുന്നുണ്ട്. ഇപ്പം കാരണം ഈ നികുതി വിഹിതം പങ്കുവെക്കുന്നതിന് വേണ്ടി ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡം തന്നെ കേരളത്തിനൊരു വലിയ തിരിച്ചടിയായി എന്ന് പറയുന്നു. മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ബജറ്റിന് പുറത്തു നിന്നുള്ള പണം എടുക്കുന്ന സംവിധാനം, ഇപ്പോൾ കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങൾ, ആ കടമെടുപ്പ് കൂടി കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്ന് ബോധപൂർവം കേരളത്തെ ഞെരുക്കി ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ കൂടി മനസ്സിൽ കരുതിക്കൊണ്ട് വേണ്ടേ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിനെ വിമർശിക്കാൻ? ആ മര്യാദ BJP കാണിക്കുമോ? വാസ്തവത്തിൽ സംസ്ഥാന സർക്കാരിനെ കർശനമായിട്ട് വിമർശിക്കണം. കാരണം ഇവർ പറയുന്നത് മുഴുവൻ സാമ്പത്തിക രംഗത്തെ വിദഗ്ധരടക്കം വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇവർ പറയുന്നത് മുഴുവൻ തെറ്റാണ്. ഞാൻ ഒന്നാമത് പറയാം, എനിക്കൊന്ന് ഒരു അല്പം സമയം തന്നാൽ മതി. ഈ പൂച്ച പെറ്റ് കിടക്കുന്ന ട്രഷറിയാണ് എനിക്ക് കിട്ടിയത് എന്നാണ് തോമസ് ഐസക്ക് പറഞ്ഞത്. ഇപ്പം പൂച്ച പോലും പെറാതെ ഉറുമ്പരിക്കുന്ന, പാറ്റ അരിക്കുന്ന ഒരു ട്രഷറി ആയിട്ട് ഈ കേരളത്തിൻ്റെ ഈ 2016 മുതൽ 2025 വരെയുള്ള ഈ കാലഘട്ടത്തിൽ, ഈ 9 വർഷത്തിൻ്റെ ഉള്ളിൽ കേരളത്തെ സാമ്പത്തികമായി തകർത്തതിൻ്റെ ഉത്തരവാദി ആര്? 2016 വരെയുള്ള കേരളത്തിൻ്റെ കടക്കണി,
ആ കണക്കണിയിൽ നിന്നും എത്ര ഇരട്ടിയാണ് 2016, 2015 കാലഘട്ടത്തിലെ കടബാധ്യത എന്നത് നമ്മൾ ആദ്യം ചിന്തിക്കണം. നമ്പർ 1. നമ്പർ 2, കേന്ദ്രം കൊടുക്കുന്ന, മധ്യവർഗത്തിന് കൊടുക്കുന്ന, സാധാരണ ജനങ്ങൾക്ക് കൊടുത്ത കഴിഞ്ഞ ഫെബ്രുവരി ഈ മിനിഞ്ഞാന്ന് കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്ക് നൽകിയ ആനുകൂല്യം ഈ സർക്കാർ വെട്ടിക്കുറയ്ക്കുകയാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി കൂട്ടിയിട്ടില്ല. കാരണം അതിനൊരു ലക്ഷ്യമുണ്ട്. ഇലക്ട്രിക് വാഹനം വരുന്നത് നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കാൻ വേണ്ടിയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിലാണ് നമ്മുടെ വിദേശ നാണ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ തോൽപ്പിക്കാനാണ്. പക്ഷേ പാവപ്പെട്ടവർക്ക് നെഞ്ചത്തടിയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഇവിടെ കൂടുമ്പോൾ നികുതി കുറച്ച കേന്ദ്ര സർക്കാരിന് ബദലായി നികുതി കൂട്ടുന്ന സമീപനമാണ് ഈ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് വളരെ വിമർശനാത്മകമായി തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജനപ്രിയമായില്ല. എനിക്കതൊന്നും അത്ര വലിയ ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. ജനപ്രിയമായില്ല എന്നുള്ളതൊരു സത്യമാണ്. യാതൊരു കാര്യവും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. 2 രൂപ പെട്രോളിയം ഉൽപ്പന്നത്തിൽ നിന്ന് സെസ് മേടിച്ച് ക്ഷേമ പെൻഷൻ 2500 ആക്കാമെന്ന് പറഞ്ഞതിൽ 10 പൈസ പോലും കൂട്ടിയില്ല. ഞാൻ അതിനൊക്കെ തീർച്ചയായിട്ടും ആ ജനപ്രിയമല്ല എന്ന് പറയുന്ന പോയിൻ്റ് പറയുന്നു. പക്ഷേ അതിനേക്കാൾ വളരെ മാരകമായ കാര്യം, എൻ്റെ ഗോപികൃഷ്ണ, ഒരു ബജറ്റ് എന്ന് പറഞ്ഞാൽ ആ ബജറ്റിനൊരു ലക്ഷ്യം ഉണ്ടാവണം. ആ ബജറ്റ് എന്ന് പറഞ്ഞാൽ ആ സാമ്പത്തിക അടിസ്ഥാനപരമായി ഒരു നാടിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മുന്നോട്ട് നയിക്കാനുള്ളതാണ്. കുറേ കാര്യം പറയുക എന്നിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. എന്ത് ബജറ്റാണ് സാർ? കഴിഞ്ഞ ബജറ്റിലെ വിഷയം 30 കാര്യങ്ങൾ. എനിക്ക് നിങ്ങൾ സമയം അനുവദിക്കുകയാണെങ്കിൽ 30 കാര്യങ്ങൾ. പക്ഷെ അതിൻ്റെ തുടക്കം നിങ്ങൾ അനുവദിച്ചാൽ പറയാം, ഇല്ലെങ്കിൽ ഒരു 3-4 ഞാൻ പറയാം. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് ഭൂമി ഏറ്റെടുത്തിട്ടേയില്ല. വിഴിഞ്ഞത്തിന് വേണ്ടി നമ്മൾ വലിയ ഒരു പ്രഘോഷണമാണ് നടത്തുന്നത്. വിഴിഞ്ഞമാണ് എല്ലാം. പക്ഷെ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് ഭൂമി ഏറ്റെടുത്തിട്ടില്ല ഇതുവരെ. കേരളീയം പ്രോഗ്രാമിന് 10 കോടി മാറ്റിവെച്ചു, ഒന്നും കിട്ടിയില്ല, നടപ്പായില്ല. PJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ എക്സലൻസ് ആരംഭിക്കാൻ 71 കോടി മാറ്റിവെച്ചു, ഉണ്ടായിട്ടില്ല. കടലാക്രമണ ഭീഷണി നേരിടുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പുനർഗേഹം പദ്ധതി, ഒരു വീടിന് 10 ലക്ഷം രൂപയ്ക്ക് 12 മാസത്തിനകം പണി തീർത്തില്ലെങ്കിൽ 18% പലിശ സഹിതം തിരിച്ചടക്കണമെന്ന വ്യവസ്ഥ 5 മാസമായി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇല്ല. ഇനി മുതലപ്പൊഴി ഫിഷിംഗ് ഹാർബറിന് കഴിഞ്ഞ ബജറ്റിൽ 10 കോടി അനുവദിച്ചു. പുറമേ കേന്ദ്ര സർക്കാർ 177 കോടി അനുവദിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, 177 കേന്ദ്ര സർക്കാർ അനുവദിച്ചു, പണി തുടങ്ങിയിട്ടില്ല. നവീകരണം പദ്ധതി നടപ്പാക്കിയിട്ടില്ല. 754 വനവാസി കുടുംബങ്ങൾക്ക് പുതിയ വീട് വെക്കുവാൻ അനുവദിച്ച തുക. ഇതുകൂടാതെ 4000 അപേക്ഷകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ഇടമലയാർ ഇറിഗേഷൻ പ്രോജക്റ്റിന് 35 കോടി അനുവദിച്ചു. സ്ഥലം എടുത്തതിനിടെയുണ്ടായ 49 അഴിമതി കേസുകളിൽ അത് മുങ്ങിക്കിടക്കുകയാണ്. ഇനിയും റബ്ബറിന് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് വന്നപ്പോൾ എന്തായിരുന്നു ബഹളം? 2021 ഇതേ LDF സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് 250 രൂപ. 250 മാർക്കറ്റിലുണ്ട് 210 രൂപ. ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എത്രയാ? 170 + 10 180. റബ്ബറിന് മിനിമം സപ്പോർട്ട് പ്രൈസ് 250 കൊടുക്കുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞു, കൊടുത്തിട്ടില്ല, ഇപ്പോഴുമില്ല. കൊല്ലം 2ൽ നിന്നും മാലിദ്വീപിലേക്ക് ക്രൂയിസ് വെസൽ ഏർപ്പെടുത്തും. എന്തൊരു പ്രഖ്യാപന! ക്രൂയിസ് വെസൽ ഈ മുസ്തഫയെ പോലുള്ള ആളുകൾ ബഹളം വെച്ച സംഭവമാണ് എന്ന് പറഞ്ഞ് KS കമ്പനി ഉണ്ടാക്കി. ഒരു വെസൽ പോലും ഉണ്ടായിട്ടില്ല. അതായത് ഇങ്ങനെ നടപ്പാക്കപ്പെടാതെ ഇരിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഉത്തരവാദി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നു കേന്ദ്ര വിഹിതം കിട്ടുന്നില്ല. കേന്ദ്രം കിഫ്ബി അടക്കമുള്ള പദ്ധതികൾ, കിഫ്ബിയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി സമാഹരിക്കുന്ന തുക കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രം ചിറ്റമ്മ നയം പുലർത്തുന്നു. നികുതി വിഹിതം പങ്കുവയ്ക്കാൻ വേണ്ടി ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ കേരളത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു.
ഇങ്ങനെ തുടങ്ങി കേരളത്തോട് മാത്രം ഒരു നയം എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതിൻ്റെ അനന്തരഫലമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി. അതിൻ്റെ തുടർച്ചയാണ് ഈ പദ്ധതികൾ മുടങ്ങാനുള്ള കാരണം എന്നല്ലേ സംസ്ഥാന സർക്കാർ പറയുന്നത്? അതിൽ ആ ഭാഗം താങ്കൾ പക്ഷേ പറഞ്ഞില്ല. ഞാനത് പറയാം, ഞാൻ അതിലേക്ക് തന്നെ വരാം. ഞാൻ ചോദിക്കട്ടെ, 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ള തുക എത്രയാണ്? അതിൽ നിന്ന്, അതായത് UPAയുടെ 10 വർഷത്തിൽ ഈ കേരള സർക്കാരിന് നൽകിയത് 46,000 കോടിയാണ്. ഞാനൊരു 10 വർഷത്തെ കണക്കെടുക്കുകയാണ്. 46,000 കോടി. എതിർപ്പുണ്ടെങ്കിൽ ആര് വേണമെങ്കിലും സംസാരിക്കാം. 2015 മുതൽ, അതായത് 2014 മുതൽ 2024 വരെ കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുത്ത പൈസ എത്രയാ? 1,57,000 കോടി. ഇത് തമ്മിൽ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം മിസ്റ്റർ ഗോപികൃഷ്ണൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി ഞാൻ 2023-24 കാലഘട്ടത്തിലും അതുപോലെ തന്നെ റെയിൽവേയുടെ കാലഘട്ടത്തെക്കുറിച്ചും പറയാം. റെയിൽവേയിൽ UPA ഗവൺമെൻറ് കൊടുത്തത് 370 കോടി 10 വർഷം. ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA ഗവൺമെൻറ് കൊടുത്തത് 3042. ഇതൊന്നും ആർക്കും എതിർക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഇതിനെപ്പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടായി. ഇപ്പോൾ ഈ UGCയുടെ കാര്യം ഞാൻ താങ്കൾ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. UGCയിൽ വലിയ ഒരു നഷ്ടമാണ് വാസ്തവത്തിൽ കേരളത്തിനുണ്ടായിരിക്കുന്നത്. കാരണം എന്താ? UGCയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളം ചെലവാക്കേണ്ടിയിരുന്ന പണം കേരളം ചെലവാക്കിയില്ല. അതുകൊണ്ട് UGCയിൽ വലിയ തോതിലുള്ള ഒരു നഷ്ടം കേരളത്തിനുണ്ടായി. ഇനി താങ്കൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാം. അതായത് അത് മിസ്റ്റർ ആദികേശവൻ സാർ ഇവിടെ ഉണ്ട്, അദ്ദേഹം കൂടി അത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞോട്ടെ. കേരളത്തിൻ്റെ സോവറിൻ ഗ്യാരണ്ടിയാണ് കിഫ്ബിയിൽ നിന്ന് ഞങ്ങൾ പടമെടുക്കുന്നത്. കിഫ്ബിയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ പൊതുക്കടം വെളിയിൽ നിന്നെടുത്താൽ പെൻഷൻ സംഘടന വഴിയോ മറ്റ് ഏത് വഴിയോ കേരളത്തിൻ്റെ ജനങ്ങളെ 3.5 ലക്ഷം കോടി ജനങ്ങളെ സോവറിൻ ഗ്യാരണ്ടിയാക്കി പണം എടുത്താൽ ആ പണം സംസ്ഥാന കടമായി പ്രഖ്യാപിക്കും. അത് നരേന്ദ്രമോദിയുടെ താല്പര്യമല്ല, അത് കേരളത്തിനെതിരായ താല്പര്യമല്ല, അത് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഒരു സെക്കൻഡിൽ തീർക്കാം, ഒറ്റ മിനിറ്റ്. കഴിഞ്ഞ ധനകാര്യ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ പണം നേടിയത് കിട്ടിയ സംസ്ഥാനം കേരളമാണ്. ഈ കേരളം കേന്ദ്രം കൊടുക്കുന്നില്ല. എന്തിലും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. കേന്ദ്രം ഇന്ന കാര്യത്തിൽ പൈസ തരുന്നില്ല. ഇവർ പറയട്ടെ, വെറുതെ കേന്ദ്രം തരുന്നില്ല. 13ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് 2.34% നമുക്ക് ലഭിച്ചിരുന്ന നികുതി വിഹിതമെങ്കിൽ 14ാം ധനകാര്യ കമ്മീഷനിൽ ഇത് 2.5% ഉയർത്തി. പക്ഷേ 15ാം ധനകാര്യ കമ്മീഷൻ ആകുമ്പോഴേക്കും അത് 1.925% കുറയുകയാണ് ചെയ്തത്. ശ്രീ B. ഗോപാലകൃഷ്ണൻ മാത്രമല്ല, 16ാം ധനകാര്യ കമ്മീഷനിലും നമ്മളോട് ഉദാരമായ ഒരു സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ വയ്ക്കാൻ കഴിയാത്ത സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. കണക്കുകൾ നോക്കുമ്പോൾ, മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ. ഏതായാലും ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ഇടവേള ശേഷം തിരികെ വരുമ്പോൾ ധനമന്ത്രി ശ്രീ KN ബാലഗോപാലുമായി ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു നയമാറ്റം ഈ ബജറ്റിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ കാര്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. ക്ഷേമ പെൻഷനിലെ വർധനവും ശമ്പള പരിഷ്കരണവും അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തെ ജനങ്ങൾ പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ട് അത്തരം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല? അതിന് ധനമന്ത്രിക്ക് ഒരു കാരണമുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? KN ബാലഗോപാൽ ധനമന്ത്രിയുമായി നേരത്തെ സംസാരിച്ചതാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ക്ഷേമ പെൻഷൻ 2,500 രൂപയാക്കണം എന്നതായിരുന്നു ഇടതുമുന്നണിയുടെ ഒരു പ്രഖ്യാപിത നയം. എന്നാൽ ഈ ബജറ്റിലും അത് 1,600 രൂപയിൽ നിന്ന് ഉയർത്താൻ ധനമന്ത്രി തയ്യാറായില്ല. എന്താണ് അദ്ദേഹത്തിന് ഇതിൽ പറയാനുള്ള മറുപടി എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇതിന് കാരണം എന്താണ്? ശ്രീ KN ബാലഗോപാൽ വിശദീകരിക്കുന്നു. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച ആ തരത്തിലേക്ക് എല്ലാ കാര്യങ്ങളും എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 1,600 രൂപയാണ് പെൻഷൻ. 1,600 രൂപ പെൻഷൻ എന്ന് പറയുമ്പം 3 മാസത്തെ കുടിശ്ശിക ഇനിയും കൊടുക്കാനുണ്ട്. 5 മാസത്തെ കുടിശ്ശികയായിരുന്നു നേരത്തെ കൊടുക്കാനുള്ളത്. 3 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ 3,000 കോടി രൂപയിൽ അത് ഇനിയും കൊടുക്കണം. അത് കൊടുത്തു തീർക്കുന്നതിനാണ് ഒന്നാമത്തെ പ്രയോറിറ്റി. പ്രകടന പത്രിക പറഞ്ഞ കാര്യം, പ്രകടന പത്രിക പറയുന്ന സമയത്തുണ്ടായിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് 50,000 കോടി രൂപയാണ് കേരളത്തിന് ആർബിട്രറിയായി ഏകപക്ഷീയമായിട്ട് വെട്ടിക്കുറച്ചത്. ആ സാഹചര്യം നേരിട്ട് ഇത് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം അടുത്ത കാര്യങ്ങൾ നോക്കാൻ. അതുകൊണ്ട് പ്രകടന പത്രിക പറഞ്ഞ കാര്യങ്ങളൊക്കെ
അംഗീകരിക്കാതിരിക്കുന്നൊരു സ്ഥിതിയല്ല. ആ പ്രകടന പത്രിക ഉണ്ടാവുന്ന സമയത്ത് കേന്ദ്രം നമ്മളോട് കാണിച്ചതിനേക്കാളും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വന്നു എന്നുള്ള പ്രശ്നമുണ്ട്. മറ്റൊരു കാര്യം ധനമന്ത്രി വിശദീകരിക്കേണ്ടത് കിഫ്ബിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഒരു നയം മാറ്റം വന്നു എന്നുള്ളതാണ്. കിഫ്ബി ഒരു തരത്തിലും പൊതുജനത്തിന് ബാധ്യതയാവില്ല എന്നതായിരുന്നു ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞിരുന്നത്. നിയമസഭയിൽ ചോദ്യങ്ങളായി വന്നപ്പോഴും അദ്ദേഹം അത് തന്നെ ആവർത്തിച്ചു. എന്നാൽ കിഫ്ബിയെ വരുമാനം നേടുന്ന നിലയിലേക്ക് കൊണ്ടുവരുമെന്ന് ഇപ്പോൾ പറയുമ്പോൾ ആ ബാധ്യത ശ്രീ കെ എൻ ബാലഗോപാൽ അത് പൊതുജനങ്ങളിലേക്ക് വരികയാണല്ലോ. എന്താണ് അതിന് താങ്കൾക്ക് പറയാനുള്ള ഒരു ന്യായം? നയംമാറ്റം അക്കാര്യത്തിലില്ല. കിഫ്ബി നേരത്തെ തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പദ്ധതിയായിട്ടാണ്. നിങ്ങൾക്കറിയാം, ഏകദേശം 90,000 കോടി 85,000 കോടി രൂപ കേരളത്തിൽ സാധാരണ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് 6-7 വർഷം കൊണ്ട് ചിലവാക്കുന്ന തുക കിഫ്ബി വഴി 2-3-4 വർഷം കൊണ്ട് ചിലവാക്കണം, അല്ലെങ്കിൽ 4-5 വർഷം കൊണ്ട് ചിലവാക്കണം എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ അതിനകത്ത് ഈ ചിലവ് ആക്കുന്ന പണത്തിനകത്ത് കുറേ റിട്ടേൺ വന്നില്ലെങ്കിൽ, എല്ലാം ഒരേപോലെ റിട്ടേൺ വരുന്നതാണ്, റവന്യൂ വരേണ്ടതാണെന്നല്ല ഞാൻ പറയുന്നത്, കുറേയേറെ റിട്ടേൺ വന്നില്ലെങ്കിൽ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? വലിയ പലിശ എടുത്തിട്ടാണ് എൻ്റെ പകുതിയിലധികം വരുന്ന ചിലവ് നടത്തുന്നത്. ബാക്കി സർക്കാരിൻ്റെ സപ്പോർട്ടിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ മോഡൽ നേരത്തെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ പിന്നെ ടിക്കറ്റ് എടുത്ത് ഒരു ബസ്സിൽ കയറണം അല്ലെങ്കിൽ ട്രെയിനിൽ കയറണം, അതിന് 1000 രൂപ സ്വകാര്യ വ്യക്തി ഒന്ന് ചെന്നിട്ട് ഓടിച്ചോട്ടെ, അതിന് 1000 രൂപയായാലും കുഴപ്പമില്ല. സർക്കാരിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുള്ള ഒരു സംവിധാനത്തിൽ നമ്മൾ 400 രൂപ കൊടുക്കുന്ന അധികമാണെന്നുള്ള ചിന്താഗതി എങ്ങനെ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഇത് കിഫ്ബി ഒരു കാര്യം ചെയ്താൽ, റവന്യൂ ഷെയറിംഗ് മോഡൽ ചെയ്താൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് പോലെ വലിയ തോതിലുള്ള ചാർജ് വരാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ പലിശ തിരിച്ചടച്ചും ഈ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാനും ആ പ്രസ്ഥാനത്തിന് കഴിയണം. അതാണ് റവന്യൂ ജനറേറ്റിംഗ് മോഡലിനെ പറ്റി പറഞ്ഞത്. ശരി, ഇതാണ് ഈ രണ്ട് കാര്യങ്ങളിലുമുള്ള ധനമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ശരി റോജി, ഈ ബജറ്റ് യാഥാർത്ഥ്യബോധത്തോടു കൂടി ഉള്ളതല്ല, ഇതൊരു പൊള്ളയായ ബജറ്റാണ്, ഇതൊരു ഫെയർവെൽ ബജറ്റാണെന്നൊക്കെ കടുത്ത ഭാഷയിൽ പ്രതിപക്ഷം വിമർശിക്കുമ്പോൾ നമ്മുടെ ഈ ധനപ്രതിസന്ധിയിലേക്ക് നയിച്ച കാരണക്കാരെക്കുറിച്ചും കാരണങ്ങളെക്കുറിച്ചും ധനമന്ത്രി പറയുന്നതിനെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സ്വീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറുണ്ടോ? കാരണം ഇപ്പോൾ GST വന്ന ശേഷം സംസ്ഥാനത്തിന് നേരിടേണ്ടി വന്ന തിരിച്ചടികൾ, കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതം ലഭിക്കുന്നതിലുണ്ടാകുന്ന കാലതാമസവും അതിലെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ നേരിടുന്ന തടസ്സങ്ങൾ, കിഫ്ബിയിലെ വായ്പകളെ സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന നിലപാടുകൾ, ഇതൊക്കെ അതിൻ്റെ കാരണങ്ങളായി സംസ്ഥാന സർക്കാർ വിലയിരുത്തുകയും വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ അതിനോട് പ്രതിപക്ഷത്തിന് എന്തിനാണ് മുഖം തിരിച്ചു നിൽക്കുന്നൊരു നിലപാട്? ഗോപികൃഷ്ണൻ, ഇവിടെ കിഫ്ബിയുടെ രൂപീകരണ വേളയിൽ ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ, ഞങ്ങൾ ഉന്നയിച്ച ആശങ്കകൾ 100% ശരിവെക്കുന്ന നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും CAGയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഖജനാവിൽ വരില്ല, ജനങ്ങളുടെ മേൽ വരില്ല എന്ന് തോമസ് ഐസക് വലിയ ആവേശത്തോടു കൂടി അന്ന് പ്രസംഗിച്ചത് അദ്ദേഹം തന്നെ ഇപ്പോൾ വിഴുങ്ങിയിരിക്കുകയും ഇതിനകത്ത് ഇപ്പോൾ ടോൾ ഉൾപ്പെടെ പിരിക്കേണ്ടി വരുമെന്നും പറയുമ്പോൾ കിഫ്ബി മോഡൽ പരാജയപ്പെട്ടു, സർക്കാരിന്റെ സ്വന്തമായിട്ടുള്ള തനതായിട്ടുള്ള ഒരു നൂതന മോഡൽ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നത് പരാജയപ്പെടുന്ന കാഴ്ചയല്ല ഇവിടെ നമ്മൾ കാണുന്നത്. ഇനി രണ്ടാമത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾ സൂചിപ്പിച്ച പല കാര്യങ്ങളിലും ഇവിടെ 50,000 കോടി രൂപ കിട്ടാനുണ്ട് എന്ന് ഇവിടെ ശ്രീ കെ എൻ ബാലഗോപാൽ ഇപ്പോൾ പറയുന്നത് നമ്മൾ കേൾക്കാനിടയായി. പക്ഷേ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് എന്തിനാണ്? സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത 50,000 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്, അത് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ടല്ല. ഇവിടെ ഈ പ്രസംഗിക്കുന്ന ആളുകൾ സുപ്രീം കോടതിയിൽ പറഞ്ഞ കേസിൽ ഉന്നയിച്ച ഒരേ ഒരു വാദം, ജസ്റ്റ് വൺ ആർഗ്യുമെന്റ്, അത് കൂടുതൽ കടമെടുക്കാൻ സംസ്ഥാനത്തെ അനുവദിക്കണം എന്ന ഒറ്റ വാദം മാത്രമാണ്. അപ്പോൾ 50,000 കോടി രൂപ ഞങ്ങൾക്ക് തരാനുണ്ട് എന്ന് രാഷ്ട്രീയ പ്രസംഗവും ഇവിടെ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയ്ക്കും ക്യാപ്സൂളുകളുമായിട്ട് ഇവിടെ വിതരണം ചെയ്യുകയും, പക്ഷേ സുപ്രീം കോടതിയിൽ കേസിൽ പോയപ്പോൾ ഞങ്ങളെ കടമെടുക്കാൻ അനുവദിക്കണമെന്ന ഒറ്റ വാദം ഉന്നയിച്ചുകൊണ്ട് പോയി ആ കേസും എങ്ങും എത്തിയിട്ടില്ല. അത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുക, ചർച്ച ചെയ്യുക എന്നും പറഞ്ഞ് സുപ്രീം കോടതി മടക്കി വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഒരർത്ഥത്തിൽ ഇവർ സ്വന്തമായിട്ട് കൊണ്ടുവന്ന കിഫ്ബി മോഡൽ പരാജയപ്പെട്ടു. ഇവിടെ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെ പഴി പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ട പദ്ധതികളെല്ലാം താറുമാറാക്കി. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കടങ്ങൾക്കെല്ലാം പുറമെ ഏകദേശം 1 ലക്ഷം കോടി രൂപ ഈ സർക്കാർ ഇപ്പോൾ കുടിശ്ശികയായിട്ട് കൊടുത്തു തീർക്കാനുണ്ട്. അതായത് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ഏകദേശം 65,000 കോടി രൂപ അവർക്ക് കുടിശ്ശിക അടക്കാണ്. അടുത്ത ശമ്പള കമ്മീഷനെ വെക്കേണ്ട സമയം 2024 ജൂലൈയിലായിരുന്നു നടപ്പിലാക്കേണ്ട സമയം. ഇതുവരെ എപ്പോൾ ശമ്പള കമ്മീഷനെ വെക്കും എന്ന് പറഞ്ഞിട്ടില്ല. 65,000 കോടി കുടിശ്ശിക അടക്കുമ്പോഴാണ് ഏതാണ്ട് 600 കോടി കൊടുത്തതിന്റെ മേന്മ ഇവിടെ പറയുന്നത്. 20,000-ഓളം കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുണ്ട്. ഇന്ന് ഒരു കരാറുകാരനും ഒരു വർക്കും കേരളത്തിൽ എടുക്കാൻ തയ്യാറാവാതെ നടക്കുകയാണ്. ടെൻഡറുകൾ വിളിച്ചാൽ ആരും വരാൻ തയ്യാറല്ല. 4,000 കോടി രൂപ ജലജീവൻ മിഷന് കരാറുകാർക്ക് കുടിശ്ശികയുണ്ട്. ജലജീവൻ പദ്ധതി താറുമാറായി കിടക്കുന്നു. പഞ്ചായത്ത് റോഡുകൾ പൂർണ്ണമായിട്ടും
പൈപ്പ് ഇടാൻ വേണ്ടി വെട്ടിപ്പൊളിച്ച് നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അത് എങ്ങനെ എപ്പോൾ ടാർ ചെയ്യുമെന്നതിനെ സംബന്ധിച്ചിട്ട് യാതൊരു ഐഡിയയും ഇല്ല. കാരുണ്യ പദ്ധതിയിൽ 1500 കോടി രൂപ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ സപ്ലൈകോടെ നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ 1 ലക്ഷം വീടുകളാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ. ഒന്നാം ഗഡു കിട്ടിയവർക്ക് 2ാം ഗഡു കിട്ടാതെയും 2ാം ഗഡു കിട്ടിയവർക്ക് 3ാം ഗഡു കിട്ടാതെ എന്ന് വെച്ചാൽ തറ പണിതിട്ട് ഭിത്തി പണിയാൻ സാധിക്കാതെയും ഭിത്തി നിർമ്മിച്ച ആളുകൾ വാർക്ക് അല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കാൻ സാധിക്കാതെയും 1 ലക്ഷം ആളുകളാണ് ഇവിടെ കുടിശ്ശികയായിട്ട് ഈ സർക്കാരിന്റെ കാത്തു കിടക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാം കൂടെ പരിശോധിച്ചാൽ ഏകദേശം 1 ലക്ഷം കോടി രൂപ ഈ സർക്കാർ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് പല ഇനങ്ങളിലായിട്ട് കുടിശ്ശികയായിട്ട് കൊടുക്കാനുണ്ട്. ഇത് കൊടുത്തു തീർക്കാനുള്ള എന്ത് ബദലാണ്, എന്ത് സാമ്പത്തിക മാർഗരേഖയാണ് സർക്കാരിന്റെ മുമ്പിലുള്ളത്? അങ്ങനെ ഒരു മാർഗരേഖ സർക്കാരിന്റെ മുമ്പിലില്ല. ഇതിന്റെ സാമ്പത്തിക ഇവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ഞാൻ ഇടപെടുകയാണ്. ശ്രീ ആദികേശവൻ സർ, ഈ ബജറ്റിനെ കുറിച്ച് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം ഇതിനൊരു കാഴ്ചപ്പാടുണ്ടോ, ഇത് എത്രത്തോളം ഫ്യൂച്ചറിസ്റ്റിക് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾക്കറിയാമല്ലോ, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഇപ്പോൾ ഈ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താനുള്ള നടപടികളിലേക്കാണ് സർക്കാർ പോകേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട തടസ്സം അല്ലെങ്കിൽ പ്രതിബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ചെലവ് വളരെ കൂടുതലാണ് എന്നുള്ളത്. അപ്പോൾ ചെലവ് ചുരുക്കാനുള്ള നടപടികൾ വേണ്ടേ? അതിൽ ചിലർ ചോദിക്കുന്ന 60 ലക്ഷം പേർക്ക് പെൻഷൻ നൽകണമോ? ഒരുപക്ഷെ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത അത്രയും വലിയ ചിലവ് കേരളത്തിന് വന്നു ചേരുന്നു. അപ്പോൾ 60 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. പുതിയ ധനാഗമന മാർഗങ്ങൾ കണ്ടെത്തണ്ടേ എന്ന ചോദ്യം ഉണ്ടാകുന്നു. സ്വകാര്യ നിക്ഷേപം സർക്കാർ പങ്കാളിത്തത്തോടുകൂടി വളരാൻ അനുവദിക്കുന്ന പുതിയ ഒരു ബിസിനസ് സംസ്കാരം കേരളത്തിന് ഉണ്ടാകേണ്ടേ? അതായത് നിക്ഷേപകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ചോയ്സായി കേരളം മാറേണ്ടതല്ലേ? ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ടല്ലോ. അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് ഈ ബജറ്റിൽ താങ്കൾ കണ്ടോ? ഗോപികൃഷ്ണൻ, നമ്മുടെ ഈ പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു കാലഘട്ടം തരണം ചെയ്തു എന്ന് പറയാമെങ്കിലും സാമ്പത്തിക സമ്മർദ്ദം അല്ലെങ്കിൽ ധനകാര്യ മേഖലയിലെ സമ്മർദ്ദം, സ്ട്രെസ് ഇപ്പോഴും മാറിയിട്ടില്ല. ഇന്നത്തെ കണക്കുകളും നമ്മുടെ പൊതുവെയുള്ള ഇപ്പോൾ കുറേ കുടിശ്ശികയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അത്രയും വലിയ തുകയുണ്ടോ എനിക്കറിയില്ല. എന്തായാലും കുടിശ്ശിക പല മേഖലകളിലേക്കും സർക്കാരിൽ നിന്നും കൊടുത്തു തീർക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിന് 3 മാർഗങ്ങളിലേ ഉള്ളൂ. ഇത് വലിയൊരു കണക്കുകൂട്ടലിൻ്റെ ആവശ്യമില്ല. ഒന്നുകിൽ നമ്മുടെ വിഭവ സമാഹരണം, ടാക്സ് റവന്യൂ അല്ലെങ്കിൽ നോൺ ടാക്സ് റവന്യൂ മൊബിലൈസേഷൻ കൂട്ടുക. പക്ഷേ കാര്യമായിട്ടുള്ള വർധനവ് നേടാൻ പറ്റുന്ന ഏതൊക്കെ മേഖലയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വർധനവ് കുറച്ച് കൂട്ടാനായിട്ട് നമുക്ക് ശ്രമിച്ചാൽ ഒരു പരിധിവരെ ഇതിനെ തരണം ചെയ്യാം. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം GSDP അല്ലെങ്കിൽ ആഭ്യന്തര ഉൽപ്പാദനം സംസ്ഥാനത്തിൻ്റെ ഏകദേശം 13 ലക്ഷം കോടിയാണ്. 12 ലക്ഷം അല്ലെങ്കിൽ 13 ലക്ഷം എടുത്താൽ ഈ ഫിസ്ക്കൽ ധനക്കമ്മി 1% എന്ന് പറയുന്നത് 13,000 കോടി അല്ലെങ്കിൽ 12,000 കോടി. അപ്പോൾ 0.5% ധനക്കമ്മി എന്ന് പറയുന്ന 6,000 കോടി. അപ്പോൾ 6,000 കോടി രൂപ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നും അധിക വിഭവ സമാഹരണം നമുക്ക് നടത്താമെന്നുണ്ടെങ്കിൽ ഈ 0.5% ധനക്കമ്മി കൂട്ടിക്കിട്ടുന്നതിന് തുല്യമായ ഒരു വിഭവ സമാഹരണമായിരിക്കും അത്. അപ്പോൾ വിഭവം ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ചെലവ് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ചെലവിൻ്റെ പുറത്തുള്ള കൺട്രോൾ. അവിടെ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഗോപികൃഷ്ണൻ, ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ 2 കാര്യം. ഒന്ന് നീതി ആയോഗിൻ്റെ മൾട്ടി പോവർട്ടി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം നമ്മുടെ കേരളം. ഇപ്പോൾ പോലും സർക്കാരിൻ്റെ കണക്കനുസരിച്ച് അതിദരിദ്രരായിട്ട് കണക്കാക്കപ്പെടുന്ന ഫാമിലീസ് 64,004 നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ 20% പേർക്ക് സോഷ്യൽ വെൽഫെയർ പെൻഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഇനി സോഷ്യൽ വെൽഫെയർ പെൻഷൻ 62 ലക്ഷം അത്രയും ആൾക്കാർ അർഹരാണെന്നതിന് വെച്ചാൽ ഇതിൽ DBT ഡയറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ കൊടുക്കുന്നത് ഗോപികൃഷ്ണൻ 29-30 ലക്ഷമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് വഴി മുഴുവനും കൊടുക്കാൻ സാധിക്കാത്തത്? കാരണം അങ്ങനെയുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ആർക്കെങ്കിലും 2 കിട്ടുന്നുണ്ടോ, അതല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ അനർഹരായവർ കിട്ടുന്നുണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അവിടെയാണ് ഈ കേന്ദ്രത്തിൻ്റെ മാതൃക. അത് അഗെയിൻ പറയുമ്പോൾ ഇതൊരു രാഷ്ട്രീയപരമായിട്ട് കാണരുത്. ഇപ്പോൾ കിസാൻ നമ്മുടെ PM കിസാൻ സമ്മാൻ നിധി
ഇതിനേക്കാളും വലിയ തുകയും 9 കോടിയോളം ആൾക്കാർക്കും കൊടുക്കുന്നു. കംപ്ലീറ്റ് അക്കൗണ്ട് വഴിയാണല്ലോ. അപ്പോൾ നമുക്ക് അക്കൗണ്ട് വഴി ആക്കിയാൽ ഇതിൻ്റെ ചിലവ്, പാഴ്ചെലവ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ അടയ്ക്കാൻ പറ്റും. പിന്നെ വിഭവസമാഹരണം. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ UDF വന്ന് ഭരിച്ചാലും BJP നാളെ കേരളത്തിൽ അധികാരത്തിൽ വന്നാലും ഈ ധനക്കമ്മി 3 അല്ലെങ്കിൽ 3.5 എന്ന് പറയുന്നത് റിഫോംസ് ലിങ്ക്ഡാണ്. ആ ഒരു കർശനമായ നിബന്ധന വെച്ചുകൊണ്ട് പെട്ടെന്ന് സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൽ മാറ്റം വരുത്താൻ പറ്റില്ല. ഒരു ഗ്ലൈഡ് പാത്ത്, അതായത് കേന്ദ്രവും സംസ്ഥാനവും സംസാരിച്ചിട്ട് ഈ അത് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ആ ഒരു പാതയിലേക്ക് പോയാലല്ലാതെ ഇതിനൊരു സൊല്യൂഷനില്ല. ഇനി കേരളത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉപയോഗിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേന്ദ്രവും സംസ്ഥാനങ്ങളും ആ ഒരു വീക്ഷണത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. ധനക്കമ്മി 3% എന്നുള്ളത് കേന്ദ്രത്തിനും ബാധകമാണ്, സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. എല്ലാവർക്കും അറിയാമല്ലോ FRBM ആക്ട്. കേന്ദ്രത്തിൻ്റെ ധനക്കമ്മി 4.8 ഈ വർഷം, അടുത്ത വർഷം 4.4. സംസ്ഥാനങ്ങൾ, കേരളം എന്നല്ല ഞാൻ പറയുന്നത്, സംസ്ഥാനങ്ങൾ 3% എന്ന് പറയുമ്പോൾ അതിലെ ഒരു അനൗചിത്യം അല്ലെങ്കിൽ ഒരു അനോമലി അതും കൂടി നമ്മൾ ചർച്ച ചെയ്യണം. ഞാൻ പറയുന്നത് ശരിയാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ അവിടെ ഒരു എന്താണ് അനോമലി ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാതെ. VPP താങ്കളുടെ പ്രതികരണം. VPP. കേരളം വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടാണ് പോകുന്നത്. വളരെ ഹ്രസ്വകാലത്തേക്കുള്ള സാമൂഹ്യക്ഷേമ നടപടികൾ, ദീർഘകാലത്തേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനം, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വികസന പദ്ധതികൾ, ജനങ്ങളെ ഞെരുക്കാതെ വിഭവ സമാഹരണം, ഇങ്ങനെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ദിശാബോധമുള്ള ഒരു ബജറ്റാണ് ശ്രീ ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ശരിയായ ദിശാബോധത്തിൽ തന്നെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം. ഇപ്പം കിഫ്ബി ആകെ ഇവിടെ ഇപ്പോൾ എന്തോ അട്ടിമറി സംഭവിച്ചിരിക്കുന്നു എന്ന് 2017 ബജറ്റിൽ തോമസ് ഐസക് കിഫ്ബിയുടെ പുതിയ രൂപം അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇത് ആകാശ കുസുമം, നടക്കാനേ പോകുന്നില്ല എന്ന്. പക്ഷെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും റോജി ജോണും അവരുടെ മണ്ഡലങ്ങളിൽ വികസന സപ്ലിമെന്റ് അടിക്കുന്നു. ഞങ്ങളുടെ കാലത്തിതാ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ പോലും ഞങ്ങളുടെ മണ്ഡലത്തിൽ ഈ കാലയളവിൽ ഇത്ര സ്കൂളുകൾ നവീകരിച്ചു, ഇത്ര ആശുപത്രിക്ക് പുതിയ കെട്ടിടം, ഇത്ര റോഡുകൾ നവീകരിച്ചു, ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എവിടെന്നാ ഈ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ഫണ്ട് കൊടുത്തത്? ഇപ്പോൾ റോജി തകർന്ന ഗ്രാമീണ റോഡുകൾ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയാണ് റോജി ഉൾപ്പെടെയുള്ള 140 MLA-മാരും മുഖ്യമന്ത്രിക്ക് ലിസ്റ്റ് കൊടുത്തിട്ട് 800 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഗ്രാമീണ റോഡുകളുടെ അഭിവൃദ്ധിപ്പെടുത്തലിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. ഇങ്ങനെയെല്ലാമുള്ള വലിയ പദ്ധതികൾ. UDF ഗവൺമെന്റിന്റെ കാലത്ത് ഗോപികൃഷ്ണൻ 1200 സ്കൂളുകൾ പൂട്ടാൻ തീരുമാനിച്ചതല്ലേ ഈ കേരളത്തിൽ? പൂട്ടാൻ തീരുമാനിച്ചതാ ഗവൺമെന്റ് സ്കൂളുകൾ, പൊതു സ്കൂളുകൾ. അതിൽ ഒരെണ്ണം പോലും പൂട്ടിക്കാതെ മുഴുവൻ സ്ഥലത്തും വിദ്യാർത്ഥികളെ തിരികെ കൊണ്ടുവന്ന്, രക്ഷിതാക്കളെ തിരികെ കൊണ്ടുവന്ന് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിച്ചപ്പോൾ എത്രയേറെ പുതിയ അധ്യാപക തസ്തികകൾ ഉണ്ടാക്കേണ്ടി വന്നു. TTIയിലേക്കും B.Edലേക്കും വീണ്ടും ആളുകൾ പോകുന്ന അവസ്ഥയുണ്ടാക്കിയില്ലേ? നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ 2016 മുമ്പ് ഒരു 100-150 ആളുകളാണ് ഒരു താലൂക്ക് ആശുപത്രിയിൽ, ഒരു ജനറൽ ആശുപത്രിയിൽ ആവറേജ് ഒരു ദിവസം OPയിൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ റോജി ജോണിന്റെ മണ്ഡലത്തിലെ സർക്കാർ ആശുപത്രികളിൽ പോലും ആവറേജ് 500 മുതൽ 600 വരെ ആളുകൾ ഒരു ദിവസം OPയിൽ വരികയാണ്. എങ്ങനെയാ തിരികെ കൊണ്ടുവരാൻ? അവർക്ക് ആശ്രയിക്കാൻ, പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ആശ്രയിക്കാവുന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞത്? ഈ വികസനത്തിനെല്ലാമുള്ള മുന്നേറ്റം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചത്? ഇവിടെ കേരളം കേന്ദ്രത്തെ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നു. വളരെ കൃത്യമായിട്ട് ഗോപികൃഷ്ണൻ തന്നെ സൂചിപ്പിച്ചല്ലോ. 13ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന 2.3% നിരക്കിൽ നികുതി വിഹിതം കേരളത്തിന് കിട്ടിയാൽ ഗോപാലകൃഷ്ണൻ നമുക്ക് എത്ര കിട്ടണം? അത് നിങ്ങൾ 1.9% വെട്ടിച്ചുരുക്കിയില്ലേ? എത്ര കോടി നമുക്ക് നഷ്ടു? എത്ര 10,000 കോടി നമുക്ക് നഷ്ടപ്പെട്ടു? എന്തേ നിങ്ങൾ അത് പറയാത്തത്? അതിനെക്കുറിച്ച് മിണ്ടാത്തത്? നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് 4.5% നിരക്കിൽ വായ്പ എടുക്കുന്നു. കേരളം അത് 3% മുകളിൽ പോകാൻ പാടില്ല. ഇതെന്ത് നീതിയാ? ഇങ്ങനെയെല്ലാം ഉള്ള രീതിശാസ്ത്രം ഉപയോഗിച്ച് ഞെരുക്കുന്നതിനെ കുറിച്ചല്ലേ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്? കേരളം കൊടുത്തതിൽ വസ്തുതയില്ലെങ്കിൽ ആ ഹർജി സുപ്രീം കോടതി തള്ളിക്കളയുമായിരുന്നില്ലേ? അത് വിശാലമായ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയല്ലേ ചെയ്തത്? എന്തിനാ കർണാടക സർക്കാർ റോജി ഇവിടെ പോയി ഡൽഹിയിൽ പോയിട്ട് സമരം ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ വിവേചനത്തിനെതിരെ?
അപ്പൊ നമ്മുടെ മുന്നിൽ ഈ വസ്തുതകൾ നിൽക്കുകയാണ്. വളരെ ശരിയായ നിലയിലാണ് ഇടതുപക്ഷം ഈ ഞെരുക്കത്തിനെല്ലാം ഇടയിൽ നികുതി വരുമാനം 85,000 കോടിയിലേറെ രൂപ, നികുതിയേതര വരുമാനം എല്ലാം കൂടിയപ്പോൾ 1,00,000 കോടിയിലേറെ രൂപ വന്നു. അതുകൊണ്ടോ ഒരു ദിവസം പോലും ട്രഷറി അടക്കാതെ ഈ നാട്ടിലെ എല്ലാവരെയും ചേർത്തുപിടിച്ച് നേരത്തെ വെറും ഉച്ചക്കഞ്ഞിയായിരുന്ന സ്കൂളുകളിൽ ഇപ്പോൾ വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി യൂണിഫോം കൊടുക്കാൻ കഴിയുന്ന നിരത്തിൽ, നാട്ടിലെ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്ന വിധത്തിൽ എന്തുമാത്രം വലിയ മാറ്റങ്ങൾ വികസനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇതെല്ലാം വന്നതുകൊണ്ടല്ലേ, ഈ നിലയിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് കൊണ്ടല്ലേ ഈ കേരളത്തിന്റെ നികുതി വരുമാനത്തിൽ വർധനവുണ്ടായത്. അല്ലെങ്കിൽ നികുതി വരുമാനം ശ്രീ ബി ഗോപാലകൃഷ്ണനിലേക്ക് കൂടി പോട്ടെ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ 60 ലക്ഷം പേർക്ക് കേന്ദ്ര നയങ്ങളും കേന്ദ്ര സമീപനവും സർക്കാരിനെ കൂടുതൽ ധനപ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു എന്ന പോയിന്റിൽ താങ്കൾക്കൊരു മറുപടി? അല്ല, എനിക്ക് ഇത്തിരി വിഷമമുണ്ട് താങ്കളോട് പറയാൻ. കാരണം താങ്കൾ എന്നോട് ആദ്യം പറഞ്ഞ ഒരു മര്യാദ എന്നൊരു ഭാഷയുണ്ടല്ലോ, അത് ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നിങ്ങളടക്കമുള്ള ആളുകൾ കാണിക്കാത്തതിൽ വിഷമമുണ്ട്. കാരണം എനിക്ക് പറയാൻ മാത്രം സമയമില്ല, ബാക്കി എല്ലാ ആൾക്കാരോടും നിങ്ങൾ സംസാരിക്കാം. ശരി, കുഴപ്പമില്ല, ഇങ്ങനെയാണ് വിളിക്കാതിരിക്കുക നല്ലത്. കാരണം ചോദ്യം മുഴുവനും എന്നോടും ഇവിടെ മുഴുവൻ പ്രതിസന്ധി ഉണ്ടാക്കിയത് BJP എന്ന് പറയുക, യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുക. ഞാനൊരു കാര്യം താങ്കൾ ചോദിച്ചതുകൊണ്ട് മാത്രം പറയാം. ഒന്ന്, ധനകാര്യ കമ്മീഷൻ്റെ കാര്യം താങ്കൾ പറഞ്ഞു. ധനകാര്യ കമ്മീഷൻ്റെ അർത്ഥം എന്താണെന്ന് താങ്കൾക്കറിയാലോ. ധനകാര്യ കമ്മീഷൻ ഉണ്ടാക്കിയത് BJP ഒന്നും അല്ലല്ലോ. ഈ ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് മുഴുവനും ഭൗതിക ജീവിത നിലവാരം ഒരേപോലെ ആക്കാനാണ് ധനകാര്യ കമ്മീഷൻ. ഇപ്പം കിട്ടിയതിനേക്കാൾ കുറവായിരിക്കും ഇനിയും കിട്ടുക. കാരണം ഈ കേരളത്തെ ബേസ് ചെയ്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളുടെ ആരോഗ്യത്തെയും വിദ്യാഭ്യാസത്തെയും ഒക്കെ തുലനം ചെയ്യുമ്പോൾ അവിടെയാണ് കൂടുതൽ കിട്ടുക. ഇത് BJP കൊണ്ടുവന്ന തീരുമാനമല്ല, ഇത് പണ്ഡിറ്റ് നെഹ്റു കൊണ്ടുവന്ന തീരുമാനമാണ്. രണ്ടാമത്തെ കാര്യം, കർണാടകയും തമിഴ്നാടും ഇന്ത്യയുടെ ഭാഗമാണ്, കേരളം പോലെ തന്നെ. തമിഴ്നാട് അവിടെ വളരുന്നു, കർണാടക വളരുന്നു, എന്തേ കേരളം മാത്രം വളരാത്തത്? കേരളത്തിലെ പ്രവാസികൾ, ഇന്ത്യയിലെ പ്രവാസികളിൽ 20% വാസ്തവത്തിൽ കേരളത്തിലാണ്. ഈ പ്രവാസികൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നുണ്ടെങ്കിൽ അവർ കർണാടകയിൽ പോകുന്നു, തമിഴ്നാട്ടിൽ പോകുന്നു, കേരളത്തിൽ തുടങ്ങുന്നില്ല. എന്താ കാരണം? വലിയ ലോക സമ്മേളനം നടത്തി, നിക്ഷേപ സമ്മേളനം, 15,000 കോടിയുടെ മുകളിൽ തെലങ്കാനയ്ക്ക് കിട്ടി, 10 പൈസ കേരളത്തിന് കിട്ടിയില്ല. എന്താ കാരണം? ഈ കാരണമല്ലേ അന്വേഷിക്കേണ്ടത്? ഈ കാരണമല്ലേ താങ്കൾ പറഞ്ഞതുപോലെ ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ വരും ദിവസങ്ങളിൽ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉയർന്നു വരും. കേന്ദ്രത്തിന്റെ ഇടപെടലുകളും സമീപനവും കേരളത്തെ കൂടുതൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് തള്ളിവിട്ടു എന്ന് ധനമന്ത്രി പറയുകയും അതേസമയം പുതിയ ധനാഗമന മാർഗങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതകൾ എത്രത്തോളം ഈ ബജറ്റിലുണ്ട് എന്ന കാര്യവും പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ ഉന്നയിക്കുകയും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.